നമസ്കാരം. ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി ഒരുക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ രണ്ടാം ഘട്ട മത്സരവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബശ്രീ പ്രവർത്തകർക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കിയ ചവിട്ടി നിർമ്മാണ യൂണിറ്റ്, കൃഷിയുടെ സ്ത്രീ പാഠങ്ങൾ പകർന്നുകൊണ്ട് സംഘകൃഷി, കാരുണ്യത്തിന്റെ കരസ്പർശവുമായി ആശ്രയ പദ്ധതി. 79 മാർക്ക് നേടി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ച ഒരു കുടുംബശ്രീ കൂട്ടായ്മയുടെ വിജയകഥയാണിത്. നമുക്ക് ആരംഭിക്കാം ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു പുതുമ നിറഞ്ഞ എപ്പിസോഡ് കൂടി. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാവുകളും കുളങ്ങളും നിറഞ്ഞ കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ പ്രദേശമാണ് ഇടവ നടയാറക്കായലിനോട് ചേർന്ന് കിടക്കുന്ന പൂതക്കുളം ഗ്രാമപഞ്ചായത്ത്. 79 മാർക്കുമായി രണ്ടാം ഘട്ടത്തേക്ക് പ്രവേശിച്ച പൂതക്കുളം CDS ആണ് ഇന്ന് എനിക്കൊപ്പം ഈ വേദിയിലുള്ളത്. സ്വാഗതം ചെയ്യാം കൊല്ലം ജില്ലയിലെ പൂതക്കുളം CDSനെ ദൂരദർശന്റെ രണ്ടാം ഘട്ട വേദിയിലേക്ക്. പൂതക്കുളം കുടുംബശ്രീ CDSന്റെ വികസന സാരഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. ഞാൻ ശബരിനാഥ്, കേരള ഗ്രാമീൺ ബാങ്കിന്റെ പരവൂർ ശാഖ മാനേജർ. എൻ്റെ പേര് ഗായത്രി, ഞാൻ പൂതക്കുളം CDSന്റെ മെമ്പർ സെക്രട്ടറിയാണ്. പൂതക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ്. എൻ്റെ പേര് സുജാത, ഞാൻ പൂതക്കുളം CDSന്റെ ചെയർപേഴ്സണാണ്. എൻ്റെ പേര് പ്രീതി, ഞാൻ പൂതക്കുളം പഞ്ചായത്ത് കൃഷി ഓഫീസറാണ്. എൻ്റെ പേര് VG ജയ, പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമുക്കിനി വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ നിവേദിത P ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS. വിധികർത്താക്കൾക്കൊപ്പം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും CDS ചെയർപേഴ്സൺമാരും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഈ നിരീക്ഷക പാനലിനെയും ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഒന്നാം ഘട്ട മത്സരവേദിയിൽ പൂതക്കുളം CDSന്റെ മികച്ച 3 പദ്ധതികൾ പ്രേക്ഷകർ കണ്ടിരുന്നു. ഈ പദ്ധതികൾ ഇതാ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരിക്കൽ കൂടി. നമുക്കിതൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം. പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഓലമെടയിൽ മത്സരം പുരോഗമിക്കുകയാണ്. സിന്ധുവിന് ഇതൊരു മത്സരമല്ല, ജീവിതം നെയ്തെടുക്കുന്നതിനുള്ള പരിശീലനമാണ്. സ്വരുമ ഡോർമാറ്റ് യൂണിറ്റിന്റെ സെക്രട്ടറിയാണ് സിന്ധു. സ്വന്തം ജീവിതവും കുടുംബവും സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം മറ്റു സഹോദരിമാരുടെ ജീവിതവും സുരക്ഷിതമാകണമെന്ന ലക്ഷ്യത്തോടെ സിന്ധു ധാരാളം പേർക്ക് ഡോർമാറ്റ് നിർമ്മാണത്തിൽ പരിശീലനം നൽകി വരുന്നു. അധ്വാനിച്ച് നേടുന്ന വരുമാനത്തിൽ ഒരു പങ്ക് രോഗികൾക്കും നിർധനർക്കും വിതരണം ചെയ്യുന്നത് വഴി സമൂഹത്തിന് മാതൃകയാകാനും ഇവർക്ക് കഴിയുന്നു. കടമ്പകൾ തരണം ചെയ്യുക അത്ര എളുപ്പമല്ല. സ്ത്രീശക്തിയുടെ കരുത്ത് അറിയണമെങ്കിൽ പൂതക്കുളത്ത് പോകണം എന്ന് പറയുന്നതിൽ കഴമ്പുണ്ട്. CDS ചെയർപേഴ്സൺ സുജാതയുടെ ജീവിതം തന്നെ അതിനുദാഹരണമാണ്. ഇവിടെ 150 ഏക്കറിൽ 60 ചേച്ചികൾക്കായി കൃഷി വിജയകരമായി വരുന്നു. ഈ മലകളുടെ മനസ്സിലായ്മ തിരിച്ചറിഞ്ഞ് പഞ്ചായത്ത് കൃഷിക്ക് വേണ്ട യന്ത്ര സാമഗ്രികൾ വാങ്ങി നൽകുകയും ആവശ്യമായ ഫണ്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സ്വന്തം കുടുംബം മാത്രമല്ല, സമൂഹവും വിഷവിമുക്തമായ നല്ല ഭക്ഷണം കഴിക്കണം എന്ന ഈ മഹിളകളുടെ സ്നേഹം നിറഞ്ഞ കരുതൽ ഇവരുടെ സാമൂഹിക പ്രതിബദ്ധത വെളിപ്പെടുത്തുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ പാടുപെടുകയാണ് ഷീല.
താങ്ങായി കുടുംബശ്രീയുടെ ആശ്രയയും. നിർധനർക്കും രോഗികൾക്കും ഭക്ഷണ കിറ്റുകളും വീട്, കക്കൂസ്, വൈദ്യുതി, കിണർ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടവർക്ക് അതും ആശ്രയ വഴി ലഭ്യമാകുന്നു. ആശ്രയ പ്രവർത്തകരും പഞ്ചായത്ത് ഭരണസമിതിയും നേരിട്ട് ആശ്രയ ഗുണഭോക്താക്കളെ സന്ദർശിച്ച് വേണ്ടുന്ന ചികിത്സാ സഹായങ്ങൾ അപ്പോൾ എത്തിച്ചു കൊടുക്കുന്നു. സുജാത ചേച്ചി, ചെയർപേഴ്സൺ, എന്ത് പറയുന്നു? ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എല്ലാവർക്കും കാണാൻ പറ്റിയോ? തീർച്ചയായിട്ടും സാറേ. കുടുംബശ്രീയിലെ അംഗങ്ങളൊക്കെ കണ്ടുപോ? അവരെല്ലാം വളരെ നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. എന്താണ് നാട്ടിലെ ആൾക്കാർ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇത്രയും എത്തിയോ? കുടുംബശ്രീ ഇത്രയും വളർന്ന് ഉയർന്ന് ഞങ്ങൾ ഇപ്പോഴത് ദൂരദർശി ഇത് അവതരിപ്പിച്ചപ്പോഴാണ് ഇത്രയും അറിയണേ. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം. നാട്ടിലുള്ളവരെല്ലാം ഞങ്ങളുടെ ഇപ്പം കുടുംബശ്രീ ഓഫീസിൽ വന്ന് തന്നെ ഇപ്പം രണ്ടാമത് ഫൈനൽ കാണിച്ചപ്പോഴും എല്ലാവരും ഒത്തിരി പേര് വന്നു സാറേ, ഒത്തിരി വന്ന് പറയുന്നു. വളരെ നല്ല ഒരു പ്രചോദനം ഞങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനിയും വളരെ ഉയരങ്ങളിൽ എത്തണം എന്നവർ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോഴാണ് കുടുംബശ്രീ എന്നൊരു സാധനം നിങ്ങളുടെ നാട്ടിലുണ്ടെന്ന് പലരും അറിയില്ല സാറേ. ഇത്രയും ഒരു പൊസിഷനിൽ എന്ന് വെച്ചാൽ വളരെ നല്ല ഒരു കേരളത്തിലെ മികച്ച CDSൽ ഒന്നാവാൻ കഴിഞ്ഞില്ല. അതിനൊരു വലിയ ഭാഗ്യമായിട്ട് അവർ പറയുന്നുണ്ട്. നേരത്തെ കുടുംബശ്രീ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും വർഷം ആയില്ലേ സാറേ, 10-15 വയസ്സായി കുടുംബശ്രീ ഉണ്ടെങ്കിലും ഇങ്ങനെ എല്ലാവരിലും കൊച്ചുകുട്ടി എല്ലാവരിലും ഇങ്ങനെ ഒരു സംഭവം കുടുംബശ്രീ ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു മെസ്സേജ്. വളരെ നല്ല ഒത്തിരി പ്രവർത്തനങ്ങൾ കുടുംബശ്രീ ചെയ്യാൻ പറ്റും. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് പറയുന്നു? പഞ്ചായത്ത് കുടുംബശ്രീയായിട്ട് എപ്പോഴും യോജിച്ച് തന്നെയാണല്ലോ സ്ഥലപ്പണം. അപ്പൊ അതിന്റെ ഒരു വിജയം തന്നെയാണ്, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ വിജയം തന്നെയാണിത്. എങ്കിലും വളരെ അഭിമാനമുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നേരത്തെ മാഡവും വേറെ ഒരു സംഘം കൂടെ വന്നില്ലേ, അതിന്റെ നമുക്ക് വിഷ്വൽസ് കാണാം. റിയാലിറ്റി ഷോയുടെ രണ്ടാം ഘട്ട മത്സരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത വിധികർത്താക്കളുടെ CDS സന്ദർശനമാണ്. പൂതക്കുളത്ത് നമ്മുടെ വിധികർത്താക്കൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്നറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവില്ലേ? ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. കൊല്ലം ജില്ലയിലെ പൂതക്കുളം ഗ്രാമത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയത്. നിവേദിത P. ഹരനും പ്രൊഫസർ PS. ഗീതക്കുട്ടിയും ദൂരദർശൻ പ്രതിനിധി ശ്രീ PK. വേണുഗോപാലുമായിരുന്നു ജൂറി അംഗങ്ങൾ. പഞ്ചായത്ത് ഓഫീസിലെത്തിയ ഞങ്ങളെ CDS ചെയർപേഴ്സണും മറ്റുള്ളവരും കൂടി ചേർന്ന് കുടുംബശ്രീയുടെ ഓഫീസിലേക്ക് നയിച്ചു. കുടുംബശ്രീ വന്ന ശേഷം ഈ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ? പുറംലോകമായിട്ട് എനിക്ക് യാതൊരുവിധ കോണ്ടാക്ട് ഒന്നുമില്ലായിരുന്നു. മാരീഡ് കഴിഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലായിരുന്നു. ഹസ്ബൻഡ് ഇങ്ങനെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ഇപ്പോൾ വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്ന അതോടെ ഒരു അമ്മച്ചി ഞാൻ എൻ്റെ വീട്ടിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഒരു ആശ്രയ ഗുണഭോക്താവ്. അപ്പോൾ ഈ ഞങ്ങളുടെ 4 പേരുടെയും ചെലവ് ഞാൻ ഈ കുടുംബശ്രീ മിഷൻ ഈ പ്രവർത്തനത്തോടെ കണ്ടെത്തുന്നത്. എനിക്ക് ആടുണ്ട്, കോഴി, അങ്ങനെ അതുകൂടെ ഞാൻ ജില്ലയുടെ RP ആയിട്ട് ബാലസഭം ഓണറേറിയം കിട്ടിയിട്ടില്ല. ജെൻഡറിൻ്റെ ട്രെയിനിങ് കിട്ടിയതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായി. ഞാൻ ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോയി. ഈ ഇത്തിക്കര ബ്ലോക്കിനകത്ത് തന്നെ പല പഞ്ചായത്തുകളിലും RPമാരില്ല, ജെൻഡറിൻ്റെ RPമാരില്ല. അപ്പോൾ ആ പഞ്ചായത്തുകളിലെല്ലാം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ആണുങ്ങളോ സ്ത്രീകളോ അവരുടെ ഒരു റിയാക്ഷൻ എന്താണ്? കുടുംബശ്രീ ചേരാത്തവർക്ക് ഒരു നഷ്ടബോധമാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നു. പക്ഷെ അവരുടെ ധാരണ അവർക്ക് ഈ കുടുംബശ്രീ ചേരാൻ ആഗ്രഹമുണ്ട്. പുതിയതായി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് പുള്ളിക്കാരൻ PWD എഞ്ചിനീയറാണ്. അപ്പം ഞങ്ങളിപ്പോൾ അടുത്ത ആഴ്ച ഒരു കുടുംബശ്രീ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളെ കൂടെ അതിനകത്തോട്ട് ഒന്ന് ഇൻവോൾവ്ഡ് ആക്കണമെന്നും പറഞ്ഞുകൊണ്ട് സാർ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ ഞങ്ങൾ ഞായറാഴ്ച കുടുംബശ്രീ മെമ്പർ ആക്കുകയാണ്. റിയാലിറ്റി ഷോ കണ്ടിട്ട് ഒരു പാർട്ടി പറഞ്ഞു നിങ്ങളൊരു പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങളുടെ ഈ സമീപത്തുള്ളൊരു വാർഡിൽ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ കൂടി വീട് വെക്കാൻ വളരെ മോശപ്പെട്ട ജീവിതമായിരുന്നു. പക്ഷെ കുടുംബശ്രീ വന്നതിന് ശേഷം 50,000 രൂപ അവരുടെ ഭവന നിർമ്മാണം ചെയ്യാൻ 7-8 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തു. താങ്കൾ ഈ കൊല്ലം ജില്ലയുടെ ചാർജ് എന്നുള്ള നിലയ്ക്ക് ഈ പൂതക്കുളത്തിന് മറ്റ് CDS എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ?
ഈ ഭൂതക്കുളം CDSന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നതെന്ന് പറയുന്നത് ഈ സാമൂഹ്യ വികസനത്തിൻ്റെ രംഗത്താണ് ഇവരുടെ കോൺസെൻട്രേഷൻ. ഉപജീവന വികസനം അവർ അതോടൊപ്പം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തന്നെ സാമൂഹ്യ വികസന രംഗത്താണ് അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കോംപ്രമൈസ് ചെയ്യാതെയാണ് ആശ്രയയുടെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ നമ്മൾ തുടങ്ങാനായിട്ട് 16 പഞ്ചായത്തുകളെ സെലക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും വിജയകരമായിട്ട് ചെയ്ത ഒരു പഞ്ചായത്തായിട്ട് ഇപ്പോൾ ഭൂതക്കുളം മാറിയിരിക്കുകയാണ്. ഭൂതക്കുളം CDSന്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു ഗുണഭോക്താവിന്റെ വീട്ടിലാണ് ഞങ്ങൾ ആദ്യം എത്തിയത്. ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ നിന്നും ലഭിച്ച വീട്ടിലാണ് ഇവരുടെ താമസം. ചേച്ചിക്കെല്ലാം വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങളെല്ലാം വളരെ കൃത്യമായി വിഷമിക്കരുത്. ഇവരുണ്ടല്ലോ, കുടുംബശ്രീ ഉണ്ട്. അതെ, കുടുംബശ്രീ അംഗങ്ങളുണ്ട് നിങ്ങൾക്കുള്ള. ഇവിടെ ഞാൻ അനിയത്തിയെ വീടും തരേ അമ്മ അക്കരെ കെട്ടിച്ചയച്ചപ്പം എന്റെ കൊച്ചുമക്കളെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബഹളം വെക്കുകയും ഇറങ്ങി ഓടുകയും ഒക്കെ ചെയ്യുന്ന അനിയത്തിയെയും രോഗശയ്യയിലായ മാതാവിനെയും ഈ പ്രായത്തിലും സംരക്ഷിച്ചു പോരുന്ന ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. കുടുംബശ്രീയുടെ ഇടപെടലും ആശ്രയയിൽ ഉൾപ്പെടുത്തിയതും തീർച്ചയായും ഈ കുടുംബത്തിന് ഒരു താങ്ങായതായി ഞങ്ങൾക്ക് തോന്നി. കൊല്ലം ജില്ലയിൽ കറുത്ത മണിപ്പയർ കൂടുതൽ ലഭ്യമായ പൂതക്കുളം വടക്കേ ഏല പ്രദേശത്താണ് പിന്നീട് ഞങ്ങളെത്തിയത്. 5 പേരടങ്ങുന്ന 3 JLG ഗ്രൂപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി നെല്ലും വാഴയും പച്ചക്കറികളുമെല്ലാം മാറി മാറി ഇവർ കൃഷി ചെയ്യുന്നു. എത്ര വർഷമാണ് ഇത് ചെയ്യുന്നത്? നമ്മളാണെങ്കിൽ കുടുംബശ്രീ കയറി അന്ന് 5 വർഷം കൊണ്ട് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. 5 തവണ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. നെല്ല് 5 വർഷം. 5 തവണ നല്ല നെല്ല് കൊയ്യാൻ പറ്റും. നല്ല നെല്ല് കൊയ്യാൻ പറ്റും. കൊയ്ത് കിട്ടുന്നത് വീട്ടിലേക്ക് നിങ്ങൾ വീതിച്ചെടുക്കണോ അതോ വിൽക്കുകയാണോ? ഞങ്ങൾ പഞ്ചായത്ത് ഇപ്പൊ ഒരു കടയുണ്ട് KFCയുടെ, അവിടെ കൊണ്ടുവന്ന് ഉണക്കലേരി നാടൻ നിങ്ങൾ പുഴുങ്ങി കുത്തി കൊടുക്കും. അതിന് എത്ര ഇപ്പൊ 4 പേരും 5 പേരും 5 പേർക്കും നെല്ല് കൃഷി ചെയ്യുമ്പോൾ എത്ര ലാഭം കിട്ടും? എങ്ങനെയാലും ഒരു 50,000 രൂപയൊക്കെ നമുക്ക് കൃഷിക്ക് ഒരാൾക്കല്ല 5 അംഗങ്ങൾക്ക്. ഇനിയും കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് 8 ചാക്ക് നെല്ല് ഇപ്പോഴും തന്നെ വീട്ടിൽ ഇരിപ്പുണ്ട്. 2 ചാക്ക് നെല്ല് പുഴുങ്ങി ആവശ്യത്തിന്. കുടുംബശ്രീ വന്നതോടുകൂടി പദ്ധതികളിലെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് വിനിയോഗിക്കാൻ തുടങ്ങി. അപ്പൊ കൃഷി തിരിച്ചു വന്നു. അത് നമുക്ക് ഇപ്പോഴുള്ളൊരു മാറ്റം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം. പണ്ട് നിങ്ങൾ തൊഴിലാളികളായിരുന്നു, ഇപ്പൊ നിങ്ങൾ കൃഷിക്കാരികളാണ്. നല്ല കാര്യം. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാടത്തും പറമ്പിലുമൊക്കെ വെള്ളം കയറിയതിനാൽ ചില സ്ഥലങ്ങളിലെ കൃഷിയിടങ്ങൾ ഞങ്ങൾക്ക് സന്ദർശിക്കുവാൻ സാധിച്ചില്ല. പുത്തൻകുളത്തുള്ള രേവതി സ്റ്റിച്ചിങ്സ് ആൻഡ് ഗാർമെന്റ്സിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആദ്യം 10,000 രൂപ, 5,000 രൂപ, 8,000 രൂപ നല്ല രീതിയിൽ വന്നത്. ഇപ്പോഴും അത് 4 കട അറിയാമല്ലേ സാധനം. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ തച്ച് വീടാൻ തോറും എന്റെ സുഹൃത്ത് കൊണ്ടുപോകും. പിന്നെ അതേപോലെ നമ്മൾ ഓരോരുത്തരും ഓരോ ഈ വ്യവസായി എത്തി വന്നപ്പോ ആദ്യമൊക്കെ വലിയ സന്തോഷമായിരുന്നു. 5 പൈസ നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ട്രെയിനിങ് കിട്ടി. ഇതിൽ വന്ന് കടയിട്ട് എല്ലാം നല്ല രീതിയിൽ വർക്ക് കുടുംബശ്രീയുടെ സഹായത്തിനുണ്ടായിരുന്നു. ഉണ്ട്. എല്ലാം നമ്മളെ കുടുംബശ്രീ This is in Kerala in such fashion. In Delhi it used to be in fashion 2 years ago. Okay. Kerala Now it is in thing. You see this design on that? നല്ലതാണ്. കൊള്ളാം. നല്ല കളർ. It looks so nice. എന്താ വില ഇതിന്?
ഇത് 1100. സ്വരുമ ഡോർമാറ്റ് യൂണിറ്റാണ് ഇത്. സിന്ധുവാണ് ഈ സംരംഭത്തിന്റെ സാരഥി. തുണി വേസ്റ്റുകൾ ഉപയോഗിച്ച് നിലവാരവും ഭംഗിയുമുള്ള ഡോർമാറ്റുകൾ ഇവിടുത്തെ തറകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഞങ്ങളെ കുടുംബശ്രീ ഞങ്ങളെ പഠിപ്പിച്ചിട്ട് ADP ട്രെയിനിങ് എടുത്ത് ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ 2-3 പേരെ കൂടി ട്രെയിനിങ് കൊടുത്ത് ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കി ഈ വിദ്യ ഒന്ന് മനസ്സിലാക്കാൻ. Even they are saying that the quality is very high. Same thing between some Tamil Nadu or the quality ഇത് വാഷിംഗ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. യാത്ര തുടരവേ വഴിയിൽ ഞങ്ങൾ കീർത്തി സംഘകൃഷി ഗ്രൂപ്പിന്റെ കൃഷിസ്ഥലവും സന്ദർശിച്ചു. ചെയർപേഴ്സൺ ഇൻഷുറൻസ് ഉണ്ടോ? അല്ല, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് സ്ത്രീ സുരക്ഷാ ബീമാ യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളല്ലേ? കാർഡുണ്ടോ? പൂതക്കുളം CDS അടുത്തിടെ ആരംഭിച്ച ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററാണ് സ്നേഹദീപം. അജിഷ എഴുതിയ കവിതയാണ്. സ്നേഹസാഗരമായി നീ ഒഴുകുമോ, എൻ സ്നേഹഗാനമായി നീ മാറുമോ. യാതൊരു തിരുത്തുമില്ലാതെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എഴുതിയത്. കമ്മിൻസിന്റെ കള്ളപരൂപം കല്യാണവല്ലേ അറിവിൻ പൊരുൾ ദൈവമേ കൃപതൻ കരം നീട്ടണേ ജഗമേ പരബ്രഹ്മമായി നിറയും സദാ പുണ്യമേ. എന്തെല്ലാം തൊഴിൽ, എന്തെല്ലാം വരുമാന മാർഗമാണ് അവര് പഠിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾ ചെറിയ ഡ്രൈവിംഗ് പഠിക്കും പറ്റുമോ? നല്ല ചെയ്യാൻ പറ്റുന്നുണ്ട് സാറേ. ഇതുണ്ടെങ്കിലും അവനെ ട്രെയിൻ ചെയ്ത് നമുക്ക് നല്ല ഡ്രൈവർ ആക്കാൻ പറ്റും. പിന്നെ ഒത്തിരി പൂ ഉണ്ടാക്കാൻ അതൊക്കെ ചെയ്യാൻ നല്ല തയ്യാറെടുപ്പ് എടുക്കാം. ഗേൾസിനൊക്കെ ഒത്തിരി തയ്യൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് പറയുന്നത് മെഷീനൊക്കെ ഉണ്ട് അവിടെ, നമുക്ക് അത് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ ക്യാൻഡിൽ മേക്കിംഗ് ചന്ദ്രത്തിരി ഉണ്ടാക്കാൻ പറ്റും. അവരെ കൊണ്ട് പറ്റുന്നത് നല്ല രീതിയിൽ ചെയ്ത് നമ്മൾ തന്നെ അതെടുത്ത്. പിന്നെ ഇതിന്റെ കൂട്ടൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. കോഴി വളർത്താൻ നോക്കുക, മൊയെല്ലാം വളർത്താൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെന്നല്ലേ പറഞ്ഞു? അതൊക്കെ പറ്റും, നോക്കിക്കോളൂ. അത് സ്റ്റാർട്ടിങ്ങല്ലേ നമ്മളത് ചെയ്യും. കുടുംബശ്രീയിലെ 5 വനിതകൾ ചേർന്ന് നടത്തുന്ന പ്രതിഭ കുടുംബശ്രീ ക്യാൻറ്റീനാണ് ഇത്. ഇതിന്റെ പ്രവർത്തനത്തിന്റെ ലാഭം പൂതക്കുളം CDS സന്ദർശിച്ചപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ കണ്ടു. ഒന്നാമത്തെ കാര്യം, പഞ്ചായത്തും CDSും നന്നായിട്ട് യോജിച്ച് പോകുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ദേ ആർ ലൈക്ക് 2 hands ഓഫ് ദ സെയിം ബോഡി. പിന്നെ നിങ്ങളുടെ ബഡ് സ്കൂൾ സംബന്ധിച്ച് വളരെ ഇംപ്രസ്ഡായി. അത് സെറ്റപ്പ് ചെയ്തു, ഇനോഗ്യുറേറ്റ് ചെയ്തു. 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അന്നും പറഞ്ഞ് ഇന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളുടെ രജിസ്റ്റേഴ്സ് കുറച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓഡിറ്റഡ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ആനുവൽ റിപ്പോർട്ട് അതൊരു നല്ല രീതിയിൽ അത് ഉണ്ടാക്കണം. പിന്നെ രണ്ടാമത്തെ, ഈ മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ അഭാവം. ഇപ്പോൾ നിങ്ങൾ കുറേ പ്രോഗ്രാംസ് കണ്ടില്ലേ? പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വന്നു. ആ ഐഡിയാസ് നോക്കിയിട്ട് ഇനി നിങ്ങളുടെ ഈ എത്ര പേര്, നിങ്ങളുടെ 383 മെമ്പേഴ്സ് ഉണ്ട്. എല്ലാ മെമ്പേഴ്സിനെ ഈ മൈക്രോ എൻ്റർപ്രൈസസിലേക്ക്, ഇക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരണം. അതാണ് ഒരു രണ്ടാമത്തെ ഭാഗം. സോഷ്യൽ ഇൻക്ലൂഷൻ സംബന്ധിച്ച് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ മൈക്രോ എൻ്റർപ്രൈസസും ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് അതിലേക്ക് ഒരു ശ്രദ്ധ വേണം. സംരംഭങ്ങളുടെ കാര്യമാണ് മാഡം പറഞ്ഞത്. 3707 മെമ്പർമാരുണ്ട് ആകെ കുടുംബശ്രീയിൽ. എന്ത് പറയുന്നു ചെയർപേഴ്സൺ? എന്നിട്ട് ചോദിക്കാം അവരോട്.
ഇൻഡിവിജ്വലായിട്ട് ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് സാറേ. പപ്പ യൂണിറ്റ് അങ്ങനെ ഒത്തിരി ഉണ്ട്. പക്ഷെ അന്ന് മാഡം വന്നപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോരായ്മ CDSനുണ്ട് സാറേ. ഓൾറെഡി അല്ല ഗ്രൂപ്പ് സംരംഭങ്ങൾ അവർ ഒരു പോയിന്റ് പറയുന്നത് കുടുംബശ്രീക്കാർ മുഴുവനായിട്ടും ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് സുജാത പറഞ്ഞില്ലേ, അത് കുറച്ചുകൂടെ ഒന്ന് വിശദമാക്കാം. അത് മൊത്തത്തിൽ ഞങ്ങൾ മറ്റു ജില്ലയുടെ ഒക്കെ കണ്ടു സാർ. അപ്പോഴത്തേക്ക് അവരെല്ലാം വളരെ ഒത്തൊരുമയോടെ ചെയ്യുന്നുണ്ട്. പക്ഷെ പൂതക്കുളത്തിലും ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ചെയ്യാം. നേരത്തെ പറഞ്ഞപ്പോൾ അതൊരു അവര് നീ ശരിയാവോ, അല്ലെങ്കിൽ 10 പേരോട് ചേർന്നിട്ട് 1 or 2 പേരിൽ ഒതുങ്ങുന്ന ഒരു പ്രവണത വന്നു. അതൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്ത്. അപ്പൊ അതൊന്നും പറ്റത്തില്ല. ഗ്രൂപ്പിന് ആണ് ഞങ്ങൾ ഇമ്പോർട്ടൻറ്റ്. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ കൂട്ടായ്മയാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചുപേരല്ല മാഡം, അതിനെ കുറിച്ച് കുറെ തയ്യൽ യൂണിറ്റ് ഗാർമെന്റ്സ്, അപ്പം വളരെ പഞ്ചായത്തിന്റെ സപ്പോർട്ട് കൂടി തന്നെ വലിയൊരു സെന്റർ കണ്ടെത്തിയിട്ട് തയ്യൽ യൂണിറ്റിന്റെ സ്റ്റിച്ചിങ് ഗാർമെന്റ്സിന്റെ പോലെ ട്രെയിനിങ്ങും മറ്റും കൊടുത്തുകൊണ്ട് ഒരുമിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സാർ. സത്യം തന്നെയാണ് സാർ പറഞ്ഞത്. കാരണം അവർ പറഞ്ഞ ഇനി മറ്റുള്ള എന്തെങ്കിലും ലോൺ എടുക്കുന്നു, കൂട്ടായ്മയിലോട് എടുക്കുന്നത് സാർ. അപ്പൊ ഒരാൾ തിരിച്ച് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം വന്നിട്ട് ഇപ്പം ഇത് ചെയ്യുന്നു സാർ, ഇൻഷുർ ചെയ്യുന്നുണ്ട്. നേരത്തെ ആ സംവിധാനമൊന്നും ഇല്ലായിരുന്നു. 140ഓളം JLG ഉണ്ട് അല്ലേ? അതെ, നല്ല കാര്യം. 960 ഏക്കറിൽ കൃഷി ചെയ്യുന്നു. 560 പേര് അതിൽ ജോലിയെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. 3707 മെമ്പർമാരുള്ള കുടുംബശ്രീയിൽ 560 പേർക്ക് JLGയിൽ പങ്കെടുത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളൂ. സ്ഥലമില്ലാത്തതുകൊണ്ടാണോ? കൃഷി ഓഫീസർ എന്ത് പറയുന്നു? JLG ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് സ്ഥലം കുറവാണ്. അവർക്ക് പാട്ടത്തിനടുത്താണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ സ്ഥലത്തുള്ള കർഷകരെല്ലാം ഈ ഭൂമി വെറുതെ ഇട്ടിരുന്നാലും കൊടുക്കാനായിട്ട് മനസ്സ് കുറവാണ്. കർഷകർ ഈ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാൻ മനസ്സ് കുറവാണ്. പോയ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ കർഷകര് പറയുന്നത് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട്. കാരണം അവർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ കുടുംബശ്രീക്ക് കൊടുത്താൽ ഞങ്ങളുടെ സ്ഥലം നന്നാക്കി കിട്ടും. കൃഷി ഭവൻ ഇവർക്ക് എന്താ അതിനുള്ള സഹായം കിട്ടുന്ന? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സബ്സിഡികളെല്ലാം നമ്മൾ കുടുംബശ്രീ കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള അവർക്ക് വേണ്ടി പ്രത്യേകം പ്രോജക്ട്, ധനസഹായം അല്ലാതുള്ള സഹായങ്ങൾ വല്ലതും ഉണ്ടോ? നമ്മൾ ക്രോപ്പ് ഇൻഷുറൻസ് ചെയ്യിക്കുന്നുണ്ട് അവരെ കൊണ്ട്. അതും ധനസഹായത്തിന്റെ ഒരു പരിധിയിൽപ്പെടാം. തരിശ് ഭൂമി എത്രയുണ്ട് എന്ന വല്ല സർവേയും നടത്തിയിട്ടുണ്ട്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സർവേ നടത്തി. മൊത്തം തരിശ് നിലങ്ങൾ നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്യണം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാ ഏല സമിതി പ്രസിഡന്റ് സെക്രട്ടറിയും വിളിച്ചുകൊണ്ട് സർവേ നടത്തി. ഗവൺമെന്റ് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ അധികാരം ഉപയോഗിച്ച് പറയാം, ഒരു ഭൂമിയും തരിശായി ഇടരുത്. തരിശായി ഇട്ട് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഞ്ചായത്ത് തീരുമാനിക്കും എന്നുള്ള ആ ഒരു സർവേ നടത്തിയപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ വസ്തുവിന്റെ സർവേ ഉടമസ്ഥാവകാശം കിടക്കുന്നത് അവരുടെ അപ്പൂപ്പന്റെയോ അപ്പൂപ്പന്റെയോ ഒക്കെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ഉടമസ്ഥം ഒന്നും മാറ്റാതെ കിടക്കുന്നതാണ്. അപ്പൊ അവര് യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടെത്തുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടും ഇവിടെ തന്നിട്ടുള്ള വാർഷിക റിപ്പോർട്ടിലെ 14-15 അതാണല്ലോ നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മാർച്ചിൽ കഴിഞ്ഞത് 14-15 വാർഷിക റിപ്പോർട്ടിൽ ഒരു കണക്കും 14-15 എത്രയാണെന്ന് ചോദിച്ചപ്പോൾ വേറൊരു കണക്കുമാണ് കിട്ടിയിരിക്കുന്നത്. ഒരേ വർഷത്തിന് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു മൊത്തം സമ്പാദ്യം? 44 ലക്ഷത്തിൽ ചെല്ലാനും. റിപ്പോർട്ട് നോക്കിയപ്പോൾ അതിൽ 219 ലക്ഷം. ഒരേ വർഷം 14-15 രണ്ടിലും ഒരേ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കണക്കുകളുടെ കാര്യത്തിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ് വന്നിട്ടുണ്ട്. പറയൂ, കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ ഇവരുമായിട്ട് നിങ്ങളുടെ ലോൺ ലിങ്കേജ് ലോൺ എന്ത് വരും, എന്താണ് നിങ്ങളുടെ അനുഭവങ്ങൾ? ഞങ്ങൾ ഏകദേശം ഒരു 70-75 ലക്ഷത്തോളം ഞങ്ങൾക്ക് മൊത്തം CDSനായി ഈ കുടുംബശ്രീക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഏകദേശം 300ഓളം കുടുംബശ്രീയുണ്ട്. അതിൽ ഏകദേശം 50% ഒരു 150ഓളം കുടുംബശ്രീ ലിങ്ക്ഡാണ്, ബാങ്ക് ലിങ്ക്ഡാണ്. ഈ കുടുംബശ്രീ പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, നമുക്ക് 2-3 പഞ്ചായത്തിൽ നിന്ന് വരുന്നുണ്ട്. എങ്കിലും ഇവരൊക്കെ മാത്രം സെഗ്രിഗേറ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം ഒരു കൊടുത്തിരിക്കുന്നതിലൊരു മെജോറിറ്റി പോർഷൻ പൂതക്കുളം CDSനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വൺ ഓഫ് ദ കാര്യം എന്താണെന്ന് വെച്ചാൽ പക്ക അടവാണ്. അതിനെ നമുക്ക് ഒന്നും നോക്കണ്ട. കാരണം ഇപ്പൊ തിങ്കളാഴ്ച ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒരു ദിവസം ബാങ്കിൽ നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. ശതമാനം നമ്മൾ പറയുകയാണെങ്കിൽ കൃത്യമായ തിരിച്ചടവ് ആകെ ലോൺ 100% ആണ്. അതിന്റെ ഒരു 0% ആണ് അതിന്റെ ഡ്യൂസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കാൻ വേണ്ടി ഇവർക്ക് സബ്സിഡി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ മത്സരമാണ്. ഓരോ കുടുംബശ്രീയും അങ്ങോട്ട് ഇതിന്റെ CDSന്റെ ഉള്ളിലുള്ള ഓരോ കുടുംബശ്രീയും പരസ്പരം മത്സരമാണ്. ആദ്യം അടച്ചു തീർക്കും. കാരണം അവർക്ക് കുടിശ്ശിക എന്നുള്ള വാക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല. അവരൊക്കെ കുടുംബശ്രീക്ക് ഒരു ബാക്ക് മാർക്ക് വരാൻ പാടില്ല. ഇത്രയും നല്ല റീപേയ്മെന്റ് ഒക്കെയുള്ള ഒരു ഇവരാണല്ലോ. ഇവർക്ക് വേണ്ടി ബാങ്ക് എന്തെങ്കിലും പ്രത്യേക പദ്ധതി എന്തെങ്കിലും
ബാങ്ക് പദ്ധതി ഇപ്പം നമ്മൾ ഈ ഓരോ ലോൺസ് എടുക്കുന്ന സമയത്ത് നമ്മൾ സാർ പറഞ്ഞു അവരുടെ ഇന്റേണൽ മെഷേഴ്സ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അകത്ത് ഇപ്പം എന്തെങ്കിലും അവർ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ആർക്കെങ്കിലും അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഗ്രൂപ്പ് മീറ്റിംഗ് നമുക്ക് എന്തെങ്കിലും സംവിധാനമുണ്ടോ? ഉണ്ട് മാഡം. അവർ ഗ്രൂപ്പ് മീറ്റിംഗിൽ ഞങ്ങൾ അവർക്ക് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ലോൺ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ മീറ്റിംഗ് പങ്കെടുക്കണം നിർബന്ധമാണ്. ഞങ്ങളുടെ സിസ്റ്റത്തിൽ പ്രകാരം ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പ്രകാരം അവർ ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. JLGയിൽ വന്ന ആൾക്കാരുണ്ടോ? നമ്മുടെ JLGയിലെ ആവശ്യമായിട്ടുള്ള ജൈവ കൃഷിയാണ് നടത്തുന്നത്. എന്ത് വിളയാണ് അവിടെ? നെല്ല്, മരച്ചീനി, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കറുത്ത മണിപ്പയർ, വാഴ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. നെല്ല് എത്ര ഏക്കറുണ്ട്? ഞങ്ങളുടെ 5 ഏക്കർ സ്ഥലത്താണ് ഞങ്ങളുടെ 3 കുടുംബശ്രീയിലെ യൂണിറ്റ് അംഗങ്ങൾ കൃഷി ചെയ്യുന്നത്. വെള്ളമൊക്കെ ഉണ്ടോ? വെള്ളം ഞങ്ങൾ ഈ വടക്കേയിലാണ് ഞങ്ങളുടെ കൃഷി നടത്തുന്നത്. അവിടെ ഞങ്ങൾക്ക് ഓരോ കുടുംബത്തിനും ആവശ്യമായിട്ടുള്ള നെല്ല് കൃഷി ചെയ്ത് അത് ഞങ്ങളുടെ ഒരു വർഷം മൊത്തം ഒരു പ്രാവശ്യം കൃഷി ചെയ്താൽ ആ നെല്ല് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഭക്ഷണം കഴിക്കുന്നതിന് ആവശ്യമായിട്ട്. ഒരു ഏക്കറിന് എത്ര നെല്ല് കിട്ടും? ഒരു ഏക്കർ ഒരു 10 സെന്റില് ഒരു പറ ആണ് ഒരു സെന്റിന്. അങ്ങനെ 100 പറ നെല്ല് 100 പറ നെല്ല് 1 ഏക്കർ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം അത് ശരാശരി വിളവാണ് സാറേ. ചിലപ്പോൾ 1000 കിലോ ആയി അല്ലേ? ഒരു പറയ്ക്ക് 10 കിലോ വരും. അതെ, 10 കിലോ കൂടുതൽ സാറേ. 12 കിലോ 12 കിലോ 12 കിലോ ഇത്തിരി വ്യത്യാസം പറയുന്നുണ്ട്. ബാക്കിയെന്ന് പറയുമ്പോൾ 4 നാഴിയാണ്. അതെ സാർ. അങ്ങനെ കൃഷി ചെയ്ത് ഞങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയട്ടെ, 1100 കിലോ 1200 കിലോ ആയാലും കുഴപ്പമില്ല. കുട്ടനാട് നിന്ന് വന്നവരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല സാർ, വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. കുട്ടനാട്ടിലെ മണ്ണായിരിക്കത്തില്ല നമുക്ക് അവിടെ കിട്ടുന്ന അതിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രാവശ്യം കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ രണ്ടാമത്തെ തവണയിൽ വെള്ളം കയറിപ്പോവും. അപ്പൊ അതാണ് സാർ അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അത്രയധികം ഈ നെല്ലിന്റെ ഇത് കാണാനും പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്നത് ഈ പിന്നെ ഫെബ്രുവരി മാസത്തിൽ ഈ കറുത്ത പയറിടും. അത് അവിടെ മൊത്തത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഔഷധ മൂല്യമുള്ള ഒരു സാധനം ആയതുകൊണ്ട് എല്ലാവർക്കും അതിൽ താല്പര്യമുണ്ട്. അവിടെ എല്ലാ കുടുംബങ്ങളും മിക്കവാറും എല്ലാ കുടുംബങ്ങൾക്കും ഈ പയർ എത്തുകയും ചെയ്യും. അത് വിൽക്കാനുണ്ടോ? വിൽക്കാറുണ്ട്. ഇത് പറഞ്ഞ 4 നാഴി 1.25 കിലോ അതിന് 200 രൂപയാണ് വില വയ്ക്കുന്ന. കുടുംബശ്രീയുടെ മാർക്കറ്റിലാണ് കൂടുതലും ബിസിനസ്. അതിന്റെ ഒരു ഉത്പാദനം കൂട്ടാനോ മറ്റോ, കാരണം അതിന് വില കൂടുതലാണെന്ന് പറയുന്നു. സാർ, ഇത് നല്ല കാലാവസ്ഥയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. അപ്പൊ അത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. നന്നായിട്ട് എടുത്ത ഒരു പീരീഡിൽ മഴ പെയ്തു പോയാൽ പെട്ടെന്ന് വെള്ളത്തിനടിയിലായിപ്പോ വളരെ നേരത്തെ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സംരംഭമാണോ ഈ ബഡ്സ് സ്കൂൾ? പഞ്ചായത്തും കുടുംബശ്രീയും കൂടെ സംയുക്തമായി നടത്തുന്നു. കുടുംബശ്രീക്കുള്ള റോൾ എന്താണ്? കുടുംബശ്രീ അതിന്റെ കുറച്ച് ഫണ്ട് കുടുംബശ്രീയുടേതാണ്. പിന്നെ അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം കുടുംബശ്രീ പ്രവർത്തനം മേൽക്കോയ്മ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് അതിന്റെ ചുമതലയെല്ലാം അംഗമാണ്. ബഡ്സിൽ ഇപ്പം കുട്ടികളിപ്പം 26 പേരുണ്ട് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഏതുതരം ഭിന്നശേഷിയുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്? ഐക്യമായിട്ട് ഓട്ടിസത്തിലെ കുട്ടികളുണ്ട്. ഐക്യം 50%, 80% കുട്ടികളുണ്ട്. ഓട്ടിസവും പിന്നെ സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളും ഉണ്ട്. അവരിൽ ഭൂരിഭാഗം പേരും നോർമൽ കുട്ടികളാണോ? BRC ആണ്. 18 വയസ്സ് ശേഷമുള്ള ഇപ്പം 15 പേര് ഇപ്പം സ്ഥിരമായിട്ട് വരുന്നുണ്ട്. കൊട്ടേഷൻ വിളിച്ചാണ്. എന്തൊക്കെ തരം പരിശീലനങ്ങളാണ് നമ്മൾ നൽകുന്നത്? ആദ്യമേ ഇവർക്ക് അക്ഷരം 3 മാസത്തെ കോഴ്സ് അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചില കൊച്ചുങ്ങൾക്ക് ചിലർ നല്ലോണം ചെയ്ത് കാണിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ചിലവർ അത്രയ്ക്കും കാണിക്കത്തില്ല. ഈ 18 വയസ്സ് വരെ പരിശീലനം ഒന്നും കിട്ടാത്ത കുട്ടികളും ഉണ്ട്. ഇതിൽ കിട്ടാത്ത പേരുണ്ട്. അപ്പൊ കിട്ടാത്ത പേർക്ക് ഞങ്ങളിപ്പം സ്കൂളിൽ പോവാത്ത കുട്ടികളും ഉണ്ട്. ശാരീരിക ഭിന്നശേഷിയുള്ള കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല. അവർ 4-5 പേരിൽ അവർക്കിപ്പം അവരെങ്ങനെയാണ് നമ്മൾ പേരെടുത്ത് പഠിപ്പിക്കുന്നത്. ട്രെയിനിങ്ങിന് പോയപ്പം കിട്ടിയ അനുഭവത്തിൽ തൊഴിൽ പരിശീലനം ഞങ്ങൾ അവരെ ഒബ്സർവ് ചെയ്തതിനു ശേഷം മാത്രമേ അവർക്ക് ഏതിനാണോ താല്പര്യം അവരെന്നെ പറയും. എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ അക്ഷരം പഠിച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞുതരാമെന്ന് പറയും. അതേ കണക്ക് തന്നെ ചിത്രം വരയ്ക്കുന്ന കുട്ടികളും ചിലർ കാണും. ചിത്രം വരയ്ക്കുന്നവർ
ചില കൊച്ചുങ്ങളെ എത്ര പേര് നമ്മളെ തൊഴിൽ പരിശീലനത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഇല്ല, ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. കുടുംബശ്രീ ഇപ്പോൾ ഏതൊക്കെ തരത്തില് ബഡ് സ്കൂളിന്റെ BRCയുടെ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? തുടക്കം മുതൽ കുടുംബശ്രീ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുള്ളത്. തുടക്കം തന്നെ കൃത്യമായിട്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങി തരികയും അതിനൊക്കെ കുട്ടികൾക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ, പിന്നെ ഇപ്പം കുട്ടികൾക്ക് വീട്ടിൽ വരാനും കൊണ്ടുപോകാനുമുള്ള സൗകര്യം വരെ കുടുംബശ്രീ മിഷനാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യും, ഒരു വിഷ്വൽ കൂടിയുണ്ട്, ദൃശ്യാവിഷ്കരണം ഒന്നും കൂടിയുണ്ട്, അതുകൂടി കണ്ടിട്ട് ചർച്ച തുടരാം. പൂതക്കുളം CDS ഒറ്റപ്പെട്ടൊരു കൂട്ടായ്മയല്ല. പഞ്ചായത്തിന്റെ വിവിധ ഏജൻസികളുമായി കൈകോർത്തുകൊണ്ട് തന്നെയാണ് വികസനത്തിന്റെ പ്രവർത്തനങ്ങളുമായി പൂതക്കുളം മുന്നോട്ട് കുതിക്കുന്നത്. പൂതക്കുളം പഞ്ചായത്തിലെ വിവിധ ഏജൻസികളുമായി നമ്മുടെ വിധികർത്താക്കൾ നടത്തിയ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ഇത് കണ്ടിട്ട് മടങ്ങിവരാം. പൂതക്കുളം CDSലെയും പഞ്ചായത്തിലെയും വിവിധ ഉദ്യോഗസ്ഥരും കൃഷി ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരും ബാങ്ക് പ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെയായി സംവദിക്കാനാണ് ഞങ്ങൾ അടുത്ത അവസരം വിനിയോഗിച്ചത്. ഇവിടെ കുടുംബശ്രീ നന്നായിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന അതൊരു സത്യം തന്നെ. പക്ഷെ കുടുംബശ്രീ നോക്കിയാൽ രണ്ട് കാര്യം നോക്കാൻ ആവശ്യമുണ്ട്. ഒന്നാമത്തെ കുടുംബശ്രീൻ്റെ പ്രവർത്തനവും, രണ്ടാമത്തെ കുടുംബശ്രീ കൂടെ ബാക്കി പഞ്ചായത്തിൻ്റെയും ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സിനർജി ബന്ധം. ഇവിടുത്തെ ബന്ധം കണ്ടിട്ട് നമുക്ക് വളരെ സന്തോഷമായി. അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്. പക്ഷേ ചില നിർദ്ദേശങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ, നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് കണ്ടപ്പോൾ ഡോക്യുമെൻറ്റ്സ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ഓക്കെ, അതിൽ ഓരോ അക്കൗണ്ട്സും ക്യാഷ് ബുക്കും മിനിറ്റ്സ് ബുക്കും അത് വളരെ ക്ലിയറായിട്ട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അതിൽ ഓരോ കോംപ്രമൈസ് പറ്റത്തില്ല. പിന്നെ അത് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം. ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം CDS. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽ വന്നു, അത് സ്റ്റേറ്റ് മിഷൻ ഒന്ന് ശ്രദ്ധിക്കണം. CDS ചെയർപേഴ്സൺസിൻ്റെ ഓണറേറിയം അതെല്ലാ മാസം കൃത്യമായി കൊടുക്കണം, റിലീസ് ചെയ്യണം. പക്ഷേ PRM കഴിയുമ്പോഴാണ് നമ്മൾ ഡിസ്ട്രിക്ട് PRM നടത്തുന്നത്. ആ PRM വെച്ചാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്തിനാ PRM വെച്ചിട്ട് പൈസ റിലീസ് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ മതി? ഇല്ല, എല്ലാവർക്കും ഞങ്ങളത് ബാങ്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ എല്ലാ ചെയർപേഴ്സൺസിനും വ്യത്യസ്ത ബാങ്കുകളിലാണ് അക്കൗണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ നേരത്തെ തൊട്ടേ ഇത് ഫോളോ ചെയ്ത് വരുന്ന ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഒരേ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. സ്റ്റേറ്റ് ബാങ്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മൾ ലക്ഷക്കണക്കിന് ഈ സ്കോളർഷിപ്പ് ബാങ്ക് വഴി നമ്മൾ 1-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അതേപോലെ ചെയർപേഴ്സൺമാരിന്റെ ഓണറേറിയം കൊടുക്കണ്ടേ? അത്ര വലിയ തുക ഒന്നും ഇല്ല, പക്ഷെ ആ തുക അവർക്ക് സമയത്തിൽ കിട്ടണം. ദ തേർഡ് പോയിന്റ് ഐ വാണ്ട് ടു മെൻഷൻ ഇസ് ദാറ്റ് ഇവിടെ കുറേ ഇനി പുതിയ മൈക്രോ എന്റർപ്രൈസസിന്റെ സ്കോപ്പ് ഉണ്ട്. ഈ പൂതക്കുളം പഞ്ചായത്തിൽ സോഷ്യൽ ഇഷ്യൂസ് വളരെ നന്നായിട്ട് ഇവർ ഫേസ് ചെയ്തു. they have really implemented that well. അവർക്ക് ബോധമുണ്ട്, എംപത്തി ഉണ്ട്. അത് മലയാളത്തിൽ എങ്ങനെ പറയും എനിക്കറിയില്ല. എംപത്തി, അതെ, സഹാനുഭൂതി ഉണ്ട്, അനുകമ്പ ഉണ്ട്, അതെ. But now you should also give emphasis on micro enterprises. Now അതിൽ ബാങ്കിൻ്റെ സഹായം വേണം, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം വേണം, പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സഹായം ഇവർക്ക് ആവശ്യമുണ്ട്. And therefore the line department should come forward and do it. Because ഈ കോമ്പറ്റീഷനിൻ്റെ ഉദ്ദേശം എന്താ? ഈ കോമ്പറ്റീഷനിൻ്റെ ഉദ്ദേശം നന്നായിട്ട് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ CDSമാരിനെ നമ്മൾ we will showcase them and the others will learn from them and the showcased ones will improve further. അതാണ് ഉദ്ദേശം. സോ ദെയർഫോർ ദാറ്റ് എയിം ഷുഡ് ബി ഫുൾഫിൽഡ്. സോ ചുരുക്കി ഇതാണ് എൻ്റെ റിമാർക്സ്. ഇവിടെ സംഘകൃഷിയിലും മറ്റും ഞാൻ കണ്ടു കൂടുതൽ സ്ത്രീകൾ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്ക് കൂടുതൽ ചെലവും വേണ്ടി വരുന്നുണ്ട്. അവിടെയൊക്കെ കുറച്ച് പ്രയത്നിക്കുന്നതിനോടൊപ്പം യന്ത്രങ്ങളും മറ്റും
കൊണ്ടുവന്നാൽ അവർക്ക് ചെലവ് കുറവും അതുപോലെ കൂടെ സമയം കൂടുതൽ ചെലവഴിക്കാതെയും കൂടുതൽ ഉൽപ്പാദനത്തോടെ മുന്നോട്ട് വരാൻ കഴിയും. സമഗ്ര തുടങ്ങാനായിട്ട് കപ്പ കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സമഗ്ര ഉൽപ്പാദനം തുടങ്ങാനായിട്ടും അതിൻ്റെ സംസ്കരണം തുടങ്ങാനായിട്ടും ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ നിന്നുപോയി പല മുടക്കുകൾ കാരണം. അതിൻ്റെ എവിടെയാണ് അതിന് പ്രശ്നം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഒരു നല്ല സ്കോപ്പാണ്, എത്രയോ കപ്പ കൃഷിക്ക് നല്ല സ്കോപ്പാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ കരിമണി പയർ, അത് പുറം ലോകം അറിയാത്തതാണ്. ഇവിടെ ഇത്രയും വിഭവങ്ങളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുടുംബശ്രീക്കാർക്ക് വേണ്ടി നമ്മൾ ആദ്യഘട്ടത്തിൽ പരിശീലനങ്ങളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ചക്കയുടെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം നമ്മളിവിടെ കൊടുത്തു. നല്ല രീതിയിൽ ആത്മീയമായിട്ട് ചേർന്നാണ് പരിശീലനം കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയുടെ പരിശീലനമൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്കീം വരുന്നതിനനുസരിച്ച് അവർക്ക് സബ്സിഡികൾ കൊടുക്കാറുണ്ട്. പച്ചക്കറി കൃഷിയുടെയും വാഴ അതിൻ്റെയൊക്കെ. പിന്നെ നാച്ചുറൽ കലാമിറ്റി എന്തെങ്കിലും ഇൻഷുറൻസ് ചെയ്യുന്നതും ഇൻഷുറൻസിലൂടെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത്, നാച്ചുറൽ കലാമിറ്റി വന്ന് നഷ്ടപരിഹാരം കൊടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇവരെയൊക്കെ നിങ്ങളുടെ രജിസ്റ്ററിൽ ഇവരെയൊക്കെ കൃഷിക്കാരികളായിട്ട് കൂട്ടിയിട്ടുണ്ട്. അവരെല്ലാം രജിസ്റ്ററിൽ ഇത് കുടുംബശ്രീ ഗ്രൂപ്പ് അല്ലെങ്കിൽ JLG ഗ്രൂപ്പ് ആയിട്ട് തന്നെയാണ് അവരെ ആ സെക്രട്ടറിയുടെ പേരിൽ തന്നെയാണ് നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഒരാവശ്യം. അതാണ് മറ്റു പലയിടത്തും ഇവരെ കൃഷിക്കാരുടെ ഗ്രൂപ്പിലോട്ട് ഉൾപ്പെടുത്താതെ പോകുന്നുണ്ട്. നമ്മുടെ ബാങ്കിലെ ഇടപാട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരള ഗ്രാമീൺ ബാങ്ക് പരൂർ ശാഖ ഇന്ത്യയിലെ ഏറ്റവും വലിയ റീജിയണൽ ലെവൽ ബാങ്കാണ് നമ്മുടെ ബാങ്ക്. അപ്പം നമുക്കുള്ളതിൽ ഏറ്റവും കൂടുതൽ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്ന CDS കുടുംബശ്രീയാണ് വരുന്നത്. സാധാരണ അവരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ അവരെ ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവരെ മിനിറ്റ്സും മറ്റ് ബുക്സുകളൊക്കെ വെരിഫൈ ചെയ്യുകയും അവർക്ക് പിന്നെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ സമ്പാദ്യത്തിനെ മുൻനിർത്തിയാണ് നമ്മൾ അവർക്ക് എത്ര ലോൺ കൊടുക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നത്. സാധാരണയായി നമ്മളിപ്പോൾ കൊടുക്കുന്നത് 4 ഇരട്ടി അവരുടെ സമ്പാദ്യത്തിൻ്റെ 4 ടൈംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഏകദേശം 100-ലധികം അക്കൗണ്ടുകൾ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒറ്റ ഒരു അക്കൗണ്ട് പോലും ഓവർ ഡ്യൂ ഇല്ല. അതിന് കംപ്ലീറ്റ്ലി റെമിറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നതാണ്. നെൽകൃഷി എത്ര ഉണ്ട്? കൃഷി ഇവിടെ 60 ഹെക്ടേഴ്സ്. അവിടെ ഈ നടിയിൽ യന്ത്രോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ ഈ ഏരിയ അതിന് യോജിച്ചതല്ല. എന്ന് പറഞ്ഞാൽ വെള്ളം വരുമ്പോൾ ഒരുപാട് വെള്ളം വരികയും വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത ഏരിയയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നടിയിൽ യന്ത്രമൊന്നും ഇവിടെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പൊതുവേ ഈ പറയുന്ന ആർത്രൈറ്റിസ് ആണ് കൂടുതലും വരാറുള്ളത്. മെയിനായിട്ട് ശരീരം വേദന ഉള്ള ആർത്രൈറ്റിസ് ആണ് കൂടുതൽ വരുന്നത്. പിന്നെ അനീമിക് കണ്ടീഷൻസ് ഇപ്പം കുറവാണ്, എന്നാലും ഉണ്ട്. പിന്നെ ഫീമെയിൽ എന്ന് പറയുമ്പം ഈ മെനോപോസ് കഴിയുമ്പം അവർക്ക് കൂടുതൽ സ്വെറ്റിങ്, പിന്നെ എന്താ ക്ഷീണം, അങ്ങനെ അതിനൊക്കെയായിട്ടുള്ള പരിഹാരം ആഹാരക്രമത്തിലൂടെ അല്ലെങ്കിൽ ആഹാരശീലങ്ങളിലൂടെ ആഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട് ശീലങ്ങൾ. പക്ഷെ അവര് ആഹാരക്രമങ്ങളൊക്കെ കുറെ അതിന് ചെയ്യണം. അത് പരിഹരിക്കാനായിട്ടുള്ള പദ്ധതികളൊക്കെ നമ്മുടെ പഞ്ചായത്ത് പറഞ്ഞ് ചെയ്യും. പ്രസിഡന്റിനോട് പറയണം അടുത്ത തവണയെങ്കിലും അതിന്റെ പദ്ധതികളൊക്കെ വെക്കാൻ. ഒരുപാട് പദ്ധതികൾക്ക് പോസിബിലിറ്റി അല്ലേ. പിന്നെ ഇവർക്ക് എക്സസൈസ് റെജിമെൻ അത് വേണ്ടതാണ്. യോഗ ക്ലാസ് അത് കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ പറഞ്ഞായിരുന്നു. ഞാൻ വാർഷികത്തിൽ പോകുമ്പോഴെല്ലാം അത് പ്രസന്റ് ചെയ്യാറുണ്ട്. കുടുംബശ്രീ ബന്ധപ്പെടാറുണ്ടോ? ഇല്ല, ഒരു ആക്ടിവിറ്റീസ് ഇല്ല. ഞാൻ വാർഷികത്തിനാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. കുടുംബശ്രീ അവരോട് ബന്ധപ്പെടുന്നില്ല. അത് ചെയ്യോ? കുടുംബശ്രീക്കാരാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങളാണ് സ്ത്രീകളുടെ കാര്യം നോക്കണം. അപ്പോൾ മാഡം പറഞ്ഞ ഈ എക്സസൈസിന്റെ കാര്യം ഞങ്ങൾ യോഗയൊക്കെ ഞങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് സാറേ. അപ്പോഴും ഞാനത് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാതെ എല്ലാവരും കൂട്ടായ്മ ചെയ്യുന്നുണ്ട്. യോഗ ചെയ്യുന്നുണ്ട്. ഫിസിക്കലി സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ എക്സസൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അല്ല സാറേ, ഞങ്ങള് ഓരോ 18 വാർഡിലും പോകുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാത് വാർഡില ADS ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവര് മാസത്തിൽ ADS മീറ്റിംഗ് കൂടും. അപ്പൊ എല്ലാവരും വരും. അപ്പൊ പഠിച്ചിട്ട് പോയിട്ട് അതിന്റെ സെക്രട്ടറി പ്രസിഡന്റോ ആ യൂണിറ്റിൽ അത് പ്രസന്റ് ചെയ്യും. അത്രേ പറ്റുള്ളൂ സാർ. അല്ലാതെ എല്ലാവരും കൂടെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അംഗപരിമിതർക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം 48 പേർക്ക് കൊടുത്തു. അതിന് അങ്ങേ വർഷം 55 പേർക്ക് സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം കുടുംബശ്രീയുടെ പങ്ക് നല്ല സഹായമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഈ കുടുംബശ്രീയിൽ നിന്ന് വന്നതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഇപ്പോൾ തിരിച്ച് പഞ്ചായത്തും കുടുംബശ്രീയും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുന്നു എന്നുള്ളതെന്ന് ഒരു സമ്മപ്പ് മാതിരി ഒന്ന് പറഞ്ഞു. കുടുംബശ്രീയുടെ എവിടെ എല്ലാ പ്രവർത്തനത്തിനും ഒരു മേൽനോട്ടം ഉണ്ടാകുന്നതിന് ഞങ്ങൾ ഭരണസമിതിക്കാർ വളരെ വലിയൊരു പ്രാധാന്യം തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തൊരു പ്രോജക്റ്റ് വെച്ചാലും അത് കൂടുതൽ കുടുംബശ്രീക്കാണ് കിട്ടുന്നത്. കാരണം മിക്ക കുടുംബത്തിലെ അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളാണ്. ഞങ്ങൾ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് ശേഷം
വളരെ നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഇവിടുത്തെ നല്ല സംരംഭം നടത്തുന്നുണ്ട് ഡോർമാറ്റ് യൂണിറ്റിൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ അവരിങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം 15 യൂണിറ്റാണ് ഞങ്ങളെയും കൂടെ മെമ്പർഷിപ്പ് എടുക്കണം പറഞ്ഞ് CDS ഓഫീസിൽ വന്ന് നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. സേവനം ഞങ്ങൾക്കു കർമ്മമാകണം, സേവനം ഞങ്ങൾക്കു ധർമ്മമാകണം, തവഗാഥ ഞങ്ങൾക്ക് അഭിമാനമെന്നും. ഞങ്ങൾ പൂതക്കുളത്തിന്റെ ബാലസഭയിലെ കുട്ടികളെ കാണാനെത്തി. ഇന്നീ വേദിയിൽ നമ്മുടെ ബാലസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാർ. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ബാലസഭയ്ക്ക് ചാച്ചാജി ബാലസഭ എന്ന് നാമനിർദ്ദേശം ചെയ്തത്. ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കോളി മുക്കിയ മക്കനകർക്ക് ജിക്കറിവുള്ള ഞാറു പെണ്ണുങ്ങൾ നടുമ്പഴുമക്കര ചേറിന്റെ ഗന്ധം ശ്വസിച്ചിരിക്കും. അവസാനം കരാട്ടെ പ്രകടനവും ചെണ്ടകൊട്ടി കലാശവും കണ്ടാസ്വദിച്ചാണ് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിയത്. ചെയർപേഴ്സൺ, കരാട്ടെ പരിശീലനം ഇത് ആരാണിത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? നമ്മൾ കുടുംബശ്രീ തന്നെ ഇങ്ങനെ നിർദ്ദേശം വെച്ചത്. പിന്നെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് കൂടിയപ്പോഴേ പറഞ്ഞു പെൺകുട്ടികൾക്ക് താല്പര്യമുള്ളവർ, ആരും നിർബന്ധിച്ചില്ല സാറേ, താല്പര്യമുള്ളവരെ വെച്ചിട്ട് ഒരു പരിശീലനം കൊടുക്കാം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു 10-20 പേര് വന്നിരുന്നു. അതിൽ റെഗുലറായിട്ട് ഒരു 15 പേരെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു ഡിമാൻഡ് നടത്തുന്നത് ADS ലെവലിലാണ് ചെയ്യുന്നത് സാറേ. ഞങ്ങൾ ഇല്ല കലക്കോട് മേഖലയിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ളത്. ബാക്കി ചെറിയ ഫീസ് കൊടുക്കുന്നുണ്ട് സാറേ, അദ്ദേഹം വരുന്നതിനുള്ള ഒരു ഇത് ഉണ്ട് സാറേ. അപ്പൊ അത് പക്ഷേ മറ്റ് ADSകാർക്ക് അത് വലിയ താല്പര്യമില്ല അല്ലേ? മറ്റേ ADS മെമ്പേഴ്സ് വന്നാൽ തീർച്ചയായിട്ടും അങ്ങോട്ടും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും സാറേ. അവർ ഡിമാൻഡ് ചെയ്യാത്തോടത്തോളം കാലം സാറേ ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യം ഫിസിക്കലി കുറച്ച് ഫിറ്റ്നസ് ഉള്ളത് നല്ലതാണ്. ഒന്നുമില്ലെന്ന് ഉറക്കെ കരയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയും, കുട്ടികൾ വോയിസിൽ ഒന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒന്ന് വിളിച്ച് ആളിനെ കൂട്ടാനെങ്കിലും ഒരു ആശ്വാസകരണ പദ്ധതിയൊക്കെ ഇല്ലേ അല്ലേ? എത്ര പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടെ ആശ്വാസകരണ പദ്ധതി? അപേക്ഷ വരുന്ന എല്ലാ എത്ര പേർക്ക് നമ്മൾ അത് കൊടുക്കുന്നുണ്ട്? അതിൽ കുടുംബശ്രീ അംഗപരിമിതമായിട്ടുള്ളവരുടെ അവരുടെ എല്ലാ രക്ഷകർത്താക്കൾക്കും ഈ ആശ്വാസകരണ പദ്ധതിക്ക് കൊടുക്കുന്നുണ്ട്. ആ പെൻഡിംഗ് ആയിട്ടൊന്നുമില്ല, അപേക്ഷ വെച്ചിട്ടുള്ള എല്ലാവർക്കും നമുക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അല്ല, അത്തരം കാര്യങ്ങൾ അങ്ങനെയുള്ള പരിപാടികൾ കുടുംബശ്രീയും CDS ADS ഒക്കെ അതിനകത്ത് ADS എല്ലാ വാർഡിലും നമ്മുടെ അയൽക്കൂട്ടങ്ങളിലുള്ളവർക്കെല്ലാം ഇത് അറിയാം അല്ലെ? പരിചരിക്കുന്നവർക്ക് അല്ല, ഈ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഒരുവിധമുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ഈ ADSകാർക്ക് അറിയാം. സുജാത, അതുപോലെ ഈ ഇതുവരെയുള്ള പ്രവർത്തനത്തിലൂടെ സ്ത്രീകൾക്ക് ഒരു സമൂഹം എന്നുള്ള നിലയിൽ എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇത്രയും കാലം കൊണ്ട്? എന്താണ് സുജാത? പറ്റുന്നുണ്ട് മാഡം. ഇപ്പൊ നേരത്തെ ഉള്ള പേടിയായിരുന്നു അവർക്ക്. ഇപ്പൊ ഏതും സന്ധ്യയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോഴൊക്കെ ഒരുവിധമൊക്കെ ആളുകൾ ബസ്സും വാച്ച് ചെയ്യും. ഞാൻ മിക്കവാറും ട്രെയിനിങ്ങും മറ്റും കഴിഞ്ഞ് ലേറ്റായിട്ട് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഒത്തിരി പേരുണ്ട് സ്ത്രീകൾ ബസ്സിലുമായാലും റോഡിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ വലിയ പേടിയില്ല സാറേ, പേടിയുണ്ട്. നമ്മുടെ സമൂഹം ഇല്ല സാറേ, പേടിയുണ്ടാവും. പക്ഷെ നേരത്തെ അപേക്ഷ മാഡം നല്ല ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അധിക വരുമാനമായി 50 രൂപയുണ്ടാക്കാനും കുടുംബശ്രീ സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ് തുടങ്ങുന്നത് എന്നാണ്. ഇപ്പോൾ ഈ 15 വർഷം പിന്നിട്ടപ്പോൾ ഞാൻ കാണുന്നത് അവിടെ നമ്മുടെ പഞ്ചായത്തിലല്ല പൊതുസമൂഹത്തിൽ അവരുടെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാമ്പത്തികമായും മാറ്റം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു പുതിയ ലോകത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ ഈ കുടുംബശ്രീയുടെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. അത് പ്രത്യക്ഷമായി നമുക്കിപ്പോൾ അനുഭവത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ വരാൻ ഈ സാഹചര്യം ഉണ്ടായത്. കുടുംബശ്രീയുടെ പ്രവർത്തനമാണ്, കുടുംബശ്രീ സ്ത്രീ കൂട്ടായ്മയാണ് എന്ന് വിശ്വസിക്കുകയും കണ്ട് മനസ്സിലാക്കുകയും ചെയ്യണം. നിങ്ങളുടെ പഞ്ചായത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ടേമില് മെമ്പർമാരിൽ 53% പേരും കുടുംബശ്രീ പ്രവർത്തകരായിരുന്നു. നല്ലൊരു
ഇത് പറഞ്ഞതിന്റെ ഒരു സാധൂകരണമാണത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചെയർപേഴ്സൺ അതിനായിട്ട് സമയം തരുന്നു. സാർ പോർട്ടൽ പരിശീലനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പൊ അതിന്റെ ടീച്ചർ പറയട്ടെ. പോർട്ടൽ ട്രെയിനിങ് CDS ലെവലിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ 1, 2, 4, 6 വാർഡ് കൊടുത്തു കഴിഞ്ഞു. കമ്പ്യൂട്ടർ എന്ന വസ്തു അവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതൊന്ന് തൊടാൻ പേടിച്ചിരുന്ന ആൾക്കാർ ഇത് ചെയ്ത് ആദ്യ ദിവസം അവർക്ക് പേടിയാ, രണ്ടാമത് പിന്നെ അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർക്കത് എന്നിട്ട് അവരെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ അവർ എഴുതുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ കുടുംബശ്രീ ആയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറൊരു അവിഭാജ്യ ഘടകമാണ് തൊഴിലുറപ്പ് പദ്ധതി, NRGS എന്ന് പറയുന്നത്. NRGS പദ്ധതിയിലൂടെ നമ്മൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് 1 കോടി 56 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആക്ഷൻ പ്ലാനിൽ നമ്മൾ 1 കോടി 96 ലക്ഷത്തോളം രൂപ വെച്ചിട്ടുണ്ട്. സ്ഥിര വിപണന കേന്ദ്രം കുടുംബശ്രീയുടെ പ്രോഡക്ട്സ് ഇപ്പം മാർക്കറ്റിംഗ് ആയിരുന്ന ഒരു വിഷയം. പറഞ്ഞോളൂ. നമ്മളവിടെ സ്ഥിര വിപണന കേന്ദ്രം സുലഭം എന്ന പേരിൽ ആരംഭിച്ചിട്ട് 7 മാസത്തോളമായി. 1.5 ലക്ഷം രൂപയാണ് അതിൻ്റെ ലോൺ ലഭിച്ചത്. ഞങ്ങൾ 5 പേര് കൂടിയാണ് നടത്തുന്നത്. JLG യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും പിന്നെ മറ്റ് പഴവർഗ്ഗങ്ങളും പിന്നെ സൂക്ഷ്മ സംരംഭങ്ങളിൽ നിന്നും ബാഗ്, ചന്ദനത്തിരി, ലോഷൻ എന്നിവ സംഭരിച്ച് ഞങ്ങൾ വിപണനം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ വളരെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടനാട് നിന്ന് വന്ന സഹ കുടുംബശ്രീകൾ, അപ്പൊ അവരുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം. പൂതക്കുളം CDSന്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആശ്രയ ഗുണഭോക്താക്കൾക്ക് കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അവരവരുടെ ആ സ്ഥലങ്ങളിൽ തന്നെ എത്തിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നെൽകൃഷിയെ പറ്റി പറഞ്ഞു. അപ്പം നിങ്ങൾ ഒരു കൃഷിയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഞങ്ങൾ ഇരുകൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ബണ്ടുകൾ ബലപ്പെടുത്തി ആണ്. അപ്പോൾ ഒരു വർഷം നെൽകൃഷി ചെയ്തെങ്കിൽ ഞങ്ങൾ പിറ്റേ തവണ പുഞ്ച മാറി കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് മീൻ വളർത്തൽ ആണ് ചെയ്യുന്നത്. അത് ബണ്ട് ബലപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള സംവിധാനം നിങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഇരുകൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളത് ചർച്ച ചെയ്തിട്ട് തീർച്ചയായിട്ടും ഈ മീൻ വളർത്തൽ അത് നല്ലൊരു വരുമാനം, നല്ല ഫ്രഷ് മീനും കിട്ടും. ഇപ്പം ശരിക്കും വരുന്ന കൊള്ളാത്ത മീനാണ് നമ്മൾ കഴിക്കുന്നത്. അതുവഴിയാണ് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് പറയുന്നത്. അത് കാരണം ഈ ഒരു വിഷമില്ലാത്ത പച്ചക്കറിയാണ് ഇപ്പം ഉപയോഗിക്കണമെന്ന്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മീൻ നമ്മൾ വളർത്തുന്ന മീനുകൾ നമുക്ക് സ്വന്തമായിട്ട് പിടിച്ച് നമുക്ക് അതിനൊരു സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു വരുമാനങ്ങളും വർദ്ധിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് താങ്ക്സ് ഉണ്ട് മാഡം. നല്ലൊരു ഞങ്ങളത് തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാക്കും. ബഡ് സ്കൂളിലെ 40 അംഗങ്ങളുടെ ഇത് വന്നിരുന്നെങ്കിലും അത് 15 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം ബാക്കി ആൾക്കാർ 5-8 പേരെ കാണുമായിരിക്കും ചിലപ്പം വരാൻ പറ്റാത്ത. ബാക്കി ആൾക്കാരെ കൂടെ എത്തിക്കാനുള്ള ശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന്. ഇപ്പം മുൻ ചെയർപേഴ്സൺ ശ്രീപദവിയായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു പ്രവർത്തനങ്ങൾ നടത്തിയതും കുടുംബശ്രീ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കാര്യത്തിലും എല്ലാം നല്ല ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ ഷോയിൽ ഞാൻ കണ്ടിരുന്നു. ചെയർപേഴ്സൺ തെങ്ങ കയറുന്നതും ഒക്കെ ഞങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമായിരുന്നു. ചെയർപേഴ്സന്റെ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ പൂതക്കുളത്തിന്റെ നല്ലൊരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കുടുംബശ്രീയും വകുപ്പ് ഘടക സ്ഥാപനങ്ങളും നിങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ചവിട്ടി നിർമ്മാണം ഞങ്ങളുടെ CDSലേക്കും കൂടെ അതിന് പരിശീലനം എന്നെ വളരെയേറെ ആകർഷിച്ചത് പറഞ്ഞ പോലെ CDS ചെയർപേഴ്സൺ തെങ്ങമ്മ കയറുന്നതാണ്. അതും എല്ലാ ചെയർപേഴ്സൺമാർ കുടുംബശ്രീ വനിതകൾക്കെല്ലാം ഒരു പ്രചോദനമാണ്. പിന്നെ എനിക്ക് കുട്ടനാട്ടിൽ നിങ്ങളൊരു സവിശേഷമായിട്ടുള്ള ഒരു പയർവിത്തിന്റെ കാര്യം പറഞ്ഞു. അത് കുട്ടനാട്ടിലൊന്ന് പരീക്ഷിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പൂതക്കുളം മാർക്ക് അറിയാൻ റെഡിയാണോ? റെഡിയാണ്. നമുക്ക് ചോദിച്ചു നോക്കാം. കണ്ണമാഷിയോട് തന്നെ ചോദിക്കാം. മാഷിന്റെ അഭിപ്രായങ്ങളും മാർക്കും ചോദിക്കാം. മാർക്ക് നമ്മൾ ഇടുന്നത് ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ കഴിഞ്ഞ റൗണ്ടിൽ ആദ്യത്തെ റൗണ്ടിൽ കിട്ടിയ മാർക്കിൻ്റെ 20% എല്ലാവർക്കും കൊടുക്കും. അത് നിങ്ങൾക്കും കിട്ടും. അത് കൂടാതെ ഫീൽഡ് വിസിറ്റിന് വന്നല്ലോ 2 ജൂറി മെമ്പേഴ്സ് വന്നല്ലോ. അവർ 2 പേരും 20 മാർക്കിൽ മാർക്കിട്ടിട്ടുണ്ട്. അതിൽ എത്ര കിട്ടി എന്നുള്ളത് നമ്മൾ നോക്കും.
അപ്പോൾ 20, 20, 40 പിന്നീടുള്ളത് നിങ്ങൾ തന്നിട്ടുള്ള രേഖകൾ, അത് വെച്ചിട്ട് നിങ്ങളുടെ പ്രവർത്തനത്തെ ഞങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട്. എത്ര JLG മെമ്പർമാരുണ്ട്, എത്ര ശതമാനമുണ്ട്, എത്ര ശതമാനം SC ST കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുണ്ട്. കാരണം അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. അത് നിങ്ങളുടെ പഞ്ചായത്തിൽ കുറച്ച് കൂടുതലാണ്, അത് നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണുള്ളത്. പിന്നെ പ്രതിശീർഷ സമ്പാദ്യം, പ്രതിശീർഷ ബാങ്ക് ലിങ്കേജ്, ഇതെല്ലാം നോക്കിയിട്ട് അത് 10 മാർക്ക്. ബാക്കിയുള്ള 50 മാർക്കിലാണ് നമ്മളിപ്പോൾ മാർക്കിടാൻ പോകുന്നത്. അതിൽ ജൂറി അംഗങ്ങളായിട്ടുള്ളവർ 15 മാർക്കും എക്സ്പെർട്ടായിട്ട് വന്നിട്ടുള്ള അംഗം 5 മാർക്കിലും. 1-2 കാര്യങ്ങൾ എനിക്ക് പറയണം എന്നുണ്ട്. കാരണം നമ്മളിത് ഫൈനൽ റൗണ്ടാണ്. അപ്പം നിങ്ങളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ആകെത്തുകയാണ് നമ്മൾ നോക്കുന്നത്. കാർഷിക മേഖലയിലാണ് പൂതക്കുളത്തിന് മറ്റ് പല പഞ്ചായത്തുകൾ എന്ന പോലെ സാധ്യതകൾ കൂടുതലുള്ളത്. പക്ഷേ സാധ്യതകൾ അങ്ങനെ കൂടുതലാണെങ്കിലും ആ സാധ്യതകളെ മുഴുവനായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താൻ അത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. JLGയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനായിട്ട് കുറച്ച് പരിമിതികളുണ്ടെന്ന് ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞു, സ്ഥലം കിട്ടാനുള്ളത്. പക്ഷേ ആ സാധ്യതകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ ആകെയുള്ള കുടുംബശ്രീകളിൽ 3700 ചില്ലാനം അംഗങ്ങളിൽ ഏകദേശം 29% SC ST വിഭാഗത്തിൽ നിന്നാണ്. അത് നല്ലൊരു ഇതായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അവരുടെ പങ്കാളിത്തം. അതേസമയം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, അവരുടെ പങ്കാളിത്തം CDSൽ കുറവാണ്. 18 മെമ്പർമാരുള്ളതിൽ 2 മെമ്പർമാർ മാത്രമാണ് ആ വിഭാഗത്തിൽ നിന്നുള്ളത്. പക്ഷേ ആ മാറ്റം ഇനിയും കൂടുതൽ ശക്തമായിട്ട് വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. മൊത്തം സമ്പാദ്യത്തിൻ്റെ കാര്യത്തിലും ക്രെഡിറ്റിൻ്റെ കാര്യത്തിലും ചില കണക്കുകളുടെ ചില വ്യത്യാസങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ വ്യത്യാസങ്ങൾ കണക്കിലെടുത്താലും ആ സാധ്യത ഇനിയും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എനിക്കുള്ളത് 15 മാർക്കാണ് ഇപ്പോൾ തരാനുള്ളത്. അതിൽ ഞാൻ 10.5 മാർക്ക് തരുന്നു. ഇത് ചെയർപേഴ്സൺ നിങ്ങളുടെ 2ാമത്തെ ടേമാണ്, സെക്കൻഡ് ടേമിൻ്റെ പ്രാരംഭം. എനിക്കൊരു നിർദ്ദേശം പറയാനുണ്ട്. ഒരു നല്ലൊരു റോഡ് മാപ്പ് ഉണ്ടാക്കി വെക്കും. ഈ 2ാമത്തെ ടേമിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കും. നിങ്ങൾ നല്ല രീതിയിൽ പോകുന്നു, പക്ഷേ ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പൂതക്കുളം പഞ്ചായത്ത് CDSന് ഞാൻ നൽകുന്നത് 15-ൽ 12 മാർക്ക്. പൂതക്കുളം CDS വളരെ കഠിന പരിശ്രമത്തിലൂടെയാണ് ഈ ഫൈനലിലെത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ദീനാനുകമ്പയും അല്ലെങ്കിൽ എന്താ പറയുക വളരെ അനുകമ്പയോടുകൂടി മറ്റുള്ളവരോട് പിന്നോക്കം പോകുന്നവരോട് കൂടുതൽ സഹായം കൊടുക്കുന്ന ഒരു CDS ആണ്. അതുപോലെ പൊതുവിൽ എനിക്ക് തോന്നുന്നു അതിലാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്, അല്ലേ? സാമൂഹ്യ പിന്തുണ കൊടുക്കുക എന്നുള്ളതിലാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ കൂടുതൽ SC കുടുംബങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പക്ഷേ ലീഡർഷിപ്പ് റോളിലേക്ക് ഇനിയും കൂടുതൽ പേര് വരാനുണ്ട്. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, കുറേയധികം നിങ്ങൾക്ക് പ്രയോജനകരമായ കുറേ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ SC അംഗങ്ങൾ കൂടുതലുണ്ട്. ഇതിൽ നിന്നുള്ള ഒരുപാട് പേര് പഞ്ചായത്തിലേക്ക് മെമ്പർമാരായി വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ നിലവാരം മൊത്തത്തിൽ ഈ കുടുംബശ്രീ അംഗങ്ങളുടെ വളരെ ഉയർന്ന ഒരു ശതമാനം കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ ഗുണഫലങ്ങളെ കൂടുതൽ പ്രയോജനകരമായി ഉപയോഗിക്കാനുള്ള ഒരു പ്ലാനിങ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പഞ്ചായത്ത് വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെയും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടു കൂടി സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കാനും അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ നിലവിലുള്ള ഈ ശക്തികളെ വിദ്യാഭ്യാസപരമായും മറ്റു രീതിയിലൊക്കെയുള്ള ശക്തികളെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ഭാവി പദ്ധതി അത് ആയിരിക്കണം ഇനിയുള്ള ഒരു മുൻഗണന എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നൽകുന്നത് 15-ൽ 11 മാർക്ക്. അഞ്ചിൽ എത്ര മാർക്കാണ് തരുന്നതെന്ന് നമുക്ക് ഇന്ദു മാമിനോട് ചോദിക്കാം. 5-ൽ 4 മാർക്ക്. 5-ൽ 4 മാർക്ക്. പൂതക്കുളം CDSന് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത് 50-ൽ 37.5 മാർക്കാണ്. ഇനി
ആദ്യത്തെ റൗണ്ടിലെയും രണ്ടാം റൗണ്ടിലെയും ടോട്ടൽ മാർക്ക് നമുക്ക് അറിയണം. അപ്പൊ നമുക്കത് ആദ്യം കണ്ണമാഷിയോട് ചോദിക്കാം. കഴിഞ്ഞ റൗണ്ടിൽ കിട്ടിയ മാർക്കിന്റെ 20% 15.8. പിന്നെ ഫീൽഡ് വിസിറ്റിന് 2 ജൂറി തന്നിട്ടുള്ള മാർക്ക് 20-ൽ 15.75. പിന്നെ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രവർത്തനത്തെ അവലോകനം ചെയ്ത് വിലയിരുത്തിയ മാർക്കുകൾ 5.3. അത് 10-ലാണ്. അങ്ങനെ ഇത് മൂന്നും കൂടി എടുത്താൽ 36.85. ഒന്നും രണ്ടും റൗണ്ടുകളിൽ പൂതക്കുളം CDSന് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് അറിയാം. 100-ൽ 74.35. സ്നേഹവും സഹാനുഭൂതിയും സ്ത്രീ സഹജമാണ്. പൂതക്കുളത്തെ കുടുംബശ്രീ വനിതകൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അതെ, സേവനം തന്നെയാകട്ടെ നിങ്ങൾക്കും കർമ്മം. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു CDSുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ, സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടത്താം വളർത്താം. നാളത്തെ ലോകത്തിൻ ദൂതികളെ, മാറുന്ന കാലത്തിൻ തോഴികളെ, നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ. കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം. നാടീനി മുതലാണിനൊരു നിഴലാവതൊരു കഥയായി, നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി. കൂടുമിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരും ഒരു മൂല്യ സംക്രമരാശി വിടരും.